മോഷണക്കുറ്റം ആരോപിച്ച് ഡൽഹി പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച മലയാളി വിദ്യാർത്ഥികൾ. ഇവർ സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിലെ വിദ്യാർത്ഥികളാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താ പേര്? എൻ്റെ സുധിൻ. റെഡ് ഫോർട്ട് പരിസരത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തുണ്ടായി? നമ്മൾ അവിടെ റെഡ് ഫോർട്ടിൽ മാർക്കറ്റെല്ലാം കാണാൻ പോയതാണ് വൈകുന്നേരം ഒരു 6:30 സമയത്ത്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ഈ ഇയർഫോൺ വേണോ, ആപ്പിൾ വാച്ച് വേണോ, ഐഫോൺ വേണോ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, നമ്മളെ മിണ്ടു വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പോയി. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം അയാൾ അവിടെ നിന്ന് ആൾക്കാരെ ഒരു 5-6 ആൾ കൂട്ടിയിട്ട് വന്നു. നമ്മളെ ഷോൾഡറിൽ മുടിച്ചിട്ട് പറഞ്ഞു ചോർ ബസാർ വന്നിട്ട് ഫോൺ അടിച്ചുകൊണ്ട് പോയിനി. എന്നിട്ട് ഏതൊരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ച് അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അയാളുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. അയാൾക്കൊന്നും മനസ്സിലായിട്ട് ആ ആൾക്കൂട്ടത്തിൽ ആ കള്ളന്മാർ പോയിട്ട് പോലീസിനോട് കാര്യം പറഞ്ഞു. എന്നിട്ട് നമ്മൾ രണ്ടാളെ മുഖത്തടിച്ചിട്ട് അവിടെ നിലത്തിരുത്തിപ്പിച്ചു. ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിലത്തിരുത്തിപ്പിച്ചിട്ട് നമ്മളെ ഫോൺ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ കള്ളന്മാർ കൊടുത്തിട്ട് പൊയ്ക്കോ പറഞ്ഞു അവരോട്. അപ്പോൾ അത് കണ്ടിട്ട് ഈ ഫോൺ പോകുന്നുള്ള പേടിയിൽ ഇവൻ പോയിട്ട് ആ കള്ളൻ്റെ അടി കൊടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഇവൻ ഓടി, ഒരു പോലീസ് ബൂത്തിലേക്ക് ഓടി. എന്നാൽ ആ സമയത്ത് ഒരു കാറിൽ കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റുഡൻസാണ്, നമ്മൊന്നും ചെയ്തിട്ടാ, സാക്കിറിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയേഴ്സാണ്, ഹിന്ദി കുറച്ച് അറിയും. അങ്ങനെ പറയുമ്പോഴും അവരൊന്നും കേൾക്കാതെ നമ്മൾ ബൂട്ടുകൊണ്ടും മറ്റേ ഫൈബർ ലാത്തി കൊണ്ടും അടിച്ചതാണ്. കുറ്റം സമ്മതിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകും, 20,000 കൊടുത്ത് ഒഴിവാക്ക്, കുറ്റം സമ്മതിക്ക് വേണ്ടിയിട്ട് അടിച്ച് ഹിന്ദി ബോൾ എന്നിട്ട് കുറേ അടിച്ച്, മുണ്ട് ഫുള്ള് കുപ്പായിൽ ഊരിയിട്ട് ബൂട്ടുകൊണ്ട് ഫുള്ള് എല്ലായിടത്തും അടിച്ച്, മുഖത്തും എല്ലായിടത്തും ബൂട്ടുകൊണ്ട് അടിച്ച്. ഈ അതിക്രമത്തിന് ഇരയായിട്ടുള്ള അശ്വന്ത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി കൂടി നമുക്കൊപ്പം ഉണ്ട്. എൻ്റെ ഫോൺ ഞാൻ ചോർ ബസാറിൽ നിന്ന് വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ മോഷ്ടിച്ചതാണെന്നാണ് അവർ പറയുന്നത്. ബട്ട് ഞാൻ ഈ ഫോൺ ഇതിന് മുൻപേ വാങ്ങിയതാണ്. അപ്പോൾ അവർ ഉറപ്പിച്ച് പറയുകയാണ് ഈ ഫോൺ ഞാൻ മോഷ്ടിച്ചതാണ്. ഹിന്ദി അധികം വശമില്ലാത്തതുകൊണ്ട് തന്നെ പോലീസുകാരും വിചാരിക്കുന്നത് ഞങ്ങൾ കള്ളന്മാരാണെന്നാണ്. ഏതാണ്ട് ഒരു 2.5 മണിക്കൂറോളം ഞങ്ങളെ ക്രൂരമായിട്ട് മർദ്ദിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ കുറ്റം സമ്മതിക്കൂ, 20,000 രൂപ കൊടുത്ത് കേസ് സോൾവ് ആക്കൂ, ഞങ്ങൾ വെറുതെ വിടാം, അല്ലെങ്കിൽ നിങ്ങളെ ജയിലിലിടും. നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്കെതിരെ കേസും ഒരു കംപ്ലയിൻ്റ് ഇല്ല, ഒരു തെളിവ് പോലില്ലാതെയാണ് ഞങ്ങൾ അത്രയും നേരം അവിടുന്ന് മർദ്ദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ ഇറങ്ങി പോകുന്ന സമയത്ത് പോലീസ് എന്താ പറയുന്നത്? നിങ്ങൾ കാണിച്ചിട്ടാണോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു? ഇല്ലല്ല, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയില്ല. എന്നെ ഫസ്റ്റ് തല്ലി രവിരംഗ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിയാത്ത പോലെയാണ് അദ്ദേഹം അവിടുന്ന് ഭാവിച്ചത്. ഇനിയിപ്പോൾ നമ്മളാണെങ്കിൽ നാളെ വേറൊരു യൂത്ത് സ്റ്റുഡൻ്റ് ആയിരിക്കും ഇത് അനുഭവിക്കുന്നത്, ഈ പോലീസിൻ്റെ ചൂഷണം. ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പോലും നമുക്കൊരു സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരെ എന്തായാലും നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധം അറിയിക്കും, മുമ്പോട്ട് പോവുകയും ചെയ്യും ലീഗലായിട്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഉയർന്നത്. അതിൽ യാതൊരു തെളിവുമില്ലാതെ പോലീസ് ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പങ്കുവച്ചത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ജിഷ്ണു ബാലകൃഷ്ണൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.